ഉത്തർപ്രദേശിലെ നോയിഡയിൽ SIR നടപടികൾ കൃത്യമായി പൂർത്തീകരിക്കാത്ത BLOമാർക്കെതിരെ കേസ്. 60 പേർക്കെതിരെയാണ് കേസെടുത്തത്. 181 BLOമാർക്ക് കലക്ടർ പിരിച്ചുവിടൽ നോട്ടീസ് നൽകുമെന്നും റിപ്പോർട്ടുണ്ട്. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, UPയിൽ ഇപ്പോൾ BLOമാർക്കെതിരെ കേസെടുക്കുന്ന നടപടിയിലേക്കൊക്കെ കടക്കുകയാണ്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്താണ് അവിടെ നടക്കുന്നത്? അമൃത, ഇപ്പോൾ പോലീസ് നൽകിയ വിവരം പ്രകാരമാണ് 60 BLOമാർക്കെതിരെ നോയിഡയിൽ കേസെടുത്തിരിക്കുന്നത്. പ്രധാനമായും SIR നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് കൃത്യമായി പൂർത്തീകരിച്ചില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 60 BLOമാർക്ക് പുറമെ 7 സൂപ്പർവൈസർമാർക്കെതിരെയും ഇപ്പോൾ നടപടികളുണ്ട്. ഇവർ വിവരശേഖരണം നടത്തി കൃത്യമായി അത് അപ്ലോഡ് ചെയ്തില്ല അടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് BLOമാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ അനുദിനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും ബംഗാളിലും നിരവധി ആത്മഹത്യകൾ നടന്നിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ പുരോഗമിക്കുന്ന ഒരു വേളയിലാണ് BLOമാർക്കെതിരെ ശക്തമായ നടപടി ഇപ്പോൾ ഉത്തർപ്രദേശിൽ എടുത്തിരിക്കുന്നത്. 60 BLOമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 7 സൂപ്പർവൈസർമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ 181 BLOമാർക്ക് പിരിച്ചുവിടാനുള്ള നോട്ടീസ് നൽകുമെന്നതാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവർ കൃത്യമായി ടാർഗറ്റുകൾ പൂർത്തീകരിച്ചില്ല എന്നതാണ് ഇപ്പോൾ സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏൽപ്പിച്ച ജോലിയുടെ 5% മാത്രമാണ് ഇതിൽ പലരും പൂർത്തിയാക്കിയത്. അതുപോലെ തന്നെ 15% പൂർത്തിയാക്കിയവരുണ്ട്. അതുപോലെ തന്നെ കൃത്യമായി ഈ വിവരം ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാത്തവർക്ക് ഒരു ദിവസത്തെ വേതനം നഷ്ടമാകുമെന്ന് കൂടി ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും BLOമാർക്കെതിരെ ശക്തമായ നടപടിയുമായിട്ടാണ് ഉത്തർപ്രദേശ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ നടപടികൾ, കാരണം 181 പേർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് നൽകുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 5%. അരവിന്ദ്, നമുക്കറിയാം പലയിടത്തും വലിയ സമ്മർദ്ദത്തിലൂടെയാണ് ഈ BLOമാർ കടന്നു പോകുന്നത്. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. കേരളത്തിലുണ്ട്, ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളിൽ, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ആത്മഹത്യകളുടെ വിവരങ്ങൾ, റിപ്പോർട്ടുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള യാതൊരുവിധ പരിഗണനകളും അവിടെ BLOമാർക്ക് UPയിൽ ലഭിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അമൃത, അങ്ങനെ തന്നെയാണ്. കൃത്യമായ പരിഗണന BLOമാർക്ക് ലഭിക്കുന്നില്ല. കാരണം ഈ ഒരു മാസം കൊണ്ട് ഈ വിവരശേഖരണം പൂർത്തിയാക്കണം. അവർ നേരിടുന്ന കഷ്ടപ്പാടുകൾ പരിഗണിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കാരണം രാജസ്ഥാനിലും ബംഗാളിലടക്കം നിരവധി പേർ ആത്മഹത്യ ചെയ്തിരുന്നു. കേരളത്തിലും സമാനമായ രീതിയിലുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും BLOമാർക്കെതിരെ നടപടികൾ തുടരുകയാണ്. കാരണം BLOമാരുടെ ഉത്തരവാദിത്തമാണിത്. കാരണം അവർക്ക് നൽകിയിരിക്കുന്ന സമയം ഇതിന് അപര്യാപ്തമാണെന്ന് അവർ പലതവണ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായ നിലപാടോ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന നിലപാടോ ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്നില്ല. 60 BLOമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 7 സൂപ്പർവൈസർമാർക്കെതിരെയും കേസെടുത്തു. ഇത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ ഇതുവരെ BLOമാരുടെ പ്രതികരണം, ഉത്തർപ്രദേശിലെ BLOമാരുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. വരും മണിക്കൂറുകളിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാവും. കാരണം കഴിഞ്ഞ ദിവസം കേരളത്തിലടക്കം BLOമാർ ഇതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. ഒരുപക്ഷെ ഉത്തർപ്രദേശിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം BLOമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ അടക്കം ചൂണ്ടിക്കാണിച്ചത്. ഇത് കൃത്യമായ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കണം. അവരുടെ ഇത്തരത്തിൽ അവർ ഇത് ജോലി ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നടക്കമുള്ള വിമർശനമാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ഭാഗത്ത് നിന്ന് അടക്കം ഉയരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നടപടി കൂടുതൽ ശക്തമാവും. വേതനമടക്കം നൽകാതിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോകുമെന്ന് കൂടി ഇപ്പോൾ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്.